നമ്മളിനി പോകുന്നത് ചവിട്ടുനാടക വേദിയിലേക്കാണ്. അവിടെ സ്നേഹാമോൾ, നൈനാൻ, കുറെ കലാകാരന്മാർക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്നേഹ, അവിടെയും റെഡിയാണോ? പ്രജീഷ്, വേദിയിൽ തകൃതിയായി തന്നെ ചവിട്ടുനാടകമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേദിയുടെ എതിർവശത്തുള്ള ഗ്രീൻ റൂമിന് സമീപമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ കോഴിക്കോട് നിന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടി ഇനി മത്സരിക്കാൻ പോകുന്ന കുട്ടികളാണ് ഇപ്പം നമുക്കൊപ്പം ഉള്ളത്. പ്രജീഷ്, നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ നമുക്ക് ആവേശമോ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ചവിട്ടുനാടകം കളിക്കുമെന്നുള്ളത്. അത് വേറെ മറ്റൊന്നും കൊണ്ടല്ല, ആ ചവിട്ടുനാടകം, ആ കളിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു എനർജി അത്രമാത്രം പവർ ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതായാലും ഇവരെ ഈ വേഷങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരു കൗതുകം കൂടിയാണ്. എങ്ങനെ, നിങ്ങൾ എ ഗ്രേഡ് നേടുമോ? ഓ, ഉറപ്പായിട്ടും. പ്രാക്ടീസ് ഒക്കെ എത്ര നാളുണ്ടായിരുന്നു? കുറേ നാളുണ്ടായിരുന്നു. ഈ വേഷങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ആശാനാണ്, അപ്പം ഓരാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. ഈ ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവം? അല്ല, 3 വർഷമായി. 3 വർഷമായിട്ടുണ്ട്. 3 വർഷവും കഴിഞ്ഞ വർഷമൊക്കെ സമ്മാനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം 8ാം ക്ലാസ്സിൽ നിന്നാണ് സ്റ്റേറ്റ് പോകുന്നത്, പിന്നെ 9ാം ക്ലാസ് ജില്ലയിൽ പോയി, പിന്നെ ഈ പ്രാവശ്യം സ്റ്റേറ്റ്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 ചൂട് വെക്കാനായിട്ട് നിങ്ങൾ റെഡിയാണോ? കളിക്കാൻ പോകുന്നോണ്ട് ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? ഊണൊക്കെ കഴിച്ചിട്ടിരിക്കുന്നോണ്ടാണോ? നമുക്ക് സ്റ്റേജ് മേലാണല്ലോ വരേണ്ടത്. സോ എനർജി വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ? ഇല്ല. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റെപ്പ് ഒന്ന് കളിക്കോ? 2 സ്റ്റെപ്പ്. ഓക്കെ. ഇവിടെ പാട്ടൊക്കെ ആയിട്ട് മാഷുമാരൊക്കെ റെഡിയാണ്. അപ്പോൾ കുട്ടികൾ നമുക്ക് വേണ്ടി കളിക്കും. ഓക്കെ. നിങ്ങൾ പാടിയൊന്ന് കളിക്കാൻ പറ്റണമെന്ന് കളിക്കും. ഓക്കെ. ഇവര് പ്രജീഷ്, മറ്റൊരു കാര്യം കൂടി ഈ വേദിയിൽ നിന്ന് പറയാതെ പോവാൻ വയ്യ. ഈ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളാണിത്. ഇവരും ചവിട്ട് നാടകം അവതരിപ്പിക്കുന്ന ഒരു ടീമാണ്. ഇവർ വേഷങ്ങളൊന്നുമില്ല. കാരണം ഇവർ ജില്ലയിൽ സെക്കൻഡ് കിട്ടിയിട്ടും സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ സാധിക്കാതെ പോയ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവർ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഇവരുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇവരുടെ കുഞ്ഞനിയത്തിമാരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇവരുണ്ടായിരുന്നു. വേദിയിൽ അവർ ഈ ചവിട്ട് നാടകം അവതരിപ്പിക്കുമ്പോൾ കാണികളായിരുന്നു കൊണ്ട് ഇവരും കൂടെ കളിച്ച് അങ്ങനെ ഈ ചവിട്ടുനാടക വേദിയെ ഇളക്കി മറിച്ച ഒരു ടീമും കൂടാണ് നമുക്കിപ്പം ഉള്ളത്. അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ തവണ മത്സരിക്കാതെ പോയതിൽ വളരെ വിഷമമുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. 6 മാസമായി കറക്റ്റ് കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമം നല്ല രീതിയിലുണ്ട്. പക്ഷേ നമ്മുടെ ഹൈസ്കൂൾ പിള്ളേർ അതിലും ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അത് അവർ 101% കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അതിൽ കുറേ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൽ വെച്ച് തന്നെ ജഡ്ജസിനെ ട്രെയിനേഴ്സ് തന്നെ കൊണ്ട് ഇരുത്തുകയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജഡ്ജാണ് ഇപ്പോൾ അതേ ടീമിനെ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതേ ടീമിന് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടിയ ടീമാണ്. അതേ ജഡ്ജാണ് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അത് അതേ ടീമിനും. അപ്പോൾ അവിടെ ജഡ്ജസിന് ശരിക്കും അവിടെ വന്ന ജഡ്ജസിൻ്റെ അനാസ്ഥ മൂലമാണ് ഞങ്ങൾക്ക് ശരിക്കും ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്. പിന്നെ ഞങ്ങൾ ഡീഡിൻ്റെ അതിലൂടെ പോയി, ഞങ്ങൾ സബ് കോർട്ട് പോയി, ഡിസ്ട്രിക്ട് കോർട്ട് പോയി, ഹൈക്കോർട്ട് പോയി. എല്ലാവരും ഞങ്ങൾ തള്ളുകയാണ് ചെയ്തത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ദിവസം വരെ ഹൈക്കോർട്ടിൻ്റെ റിസൾട്ട് വരുന്നവരെ അതുവരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ പ്രാക്ടീസിനൊന്നും ഞങ്ങളുടെ ഹാർഡ് വർക്കിനൊന്നും ഒരു വിലയില്ലാത്ത ഒരു സിറ്റുവേഷനായി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ കളിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എല്ലാം ലൈക്ക് ആ സ്റ്റേജിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി കളിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. DDക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. എന്നിട്ടും അതിന് ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഏതായാലും
വേറെ എവിടെയും ഇവർക്ക് വേദി ഒരുങ്ങിയില്ലെങ്കിലും മാതൃഭൂമി സംഘം ഇവർക്ക് വേദി ഒരുക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരു ചെറിയ സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടി കളിക്കില്ലേ ആവേശത്തോടെ? ഇവിടെയാണ് നിങ്ങൾക്ക് വേദി ഒരുക്കുന്നത്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് തുടങ്ങിക്കോ. പാട്ട് പറഞ്ഞ ഒരാള് അതിലും മിടുക്കി കുട്ടികളാണ്, മിടുക്കുകളായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് സംസ്ഥാന തലത്തിൽ വേദി ഒരുങ്ങിയില്ല. ഇനി അടുത്ത വർഷമൊക്കെ ഇവർക്ക് സംസ്ഥാന തലത്തിൽ വേദി ഒരുങ്ങട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്.